അതിൽ സെൻട്രൽ തോളിലാണ് ഞാൻ ബോഡി കണ്ടത്. അതേ പെൺകുട്ടീനെ 3 ദിവസം മുന്നേ ഞാൻ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ കണ്ടതാണ്. 13ാമത്തെ പോയിന്റിലും മൃതദേഹം കിട്ടിയില്ലെങ്കിൽ ധർമ്മസ്ഥലയിലെ അന്വേഷണം അവസാനിപ്പിക്കാനാണ് നീക്കം. നമ്മൾ പേടിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ധർമ്മസ്ഥലയിലുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത, ഒരുപക്ഷെ ഈ വാർത്ത നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഇത്രയും നാളായിട്ട് അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന രീതിയിലുള്ള ഒരു വാർത്ത. ഇത്രയും നാള് മണ്ണിനടിയിൽ നിന്നും കിട്ടിയ അസ്ഥിക്കൂടങ്ങളും തലയോട്ടികളും എല്ലാം അത് കളിപ്പാട്ടങ്ങളായിരുന്നോ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്നു, ഞാൻ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ജഡം പുഴയിൽ അഴുകിയ നിലയിൽ കണ്ടു എന്നുള്ളത്. അതേ പെൺകുട്ടിയെ 4 ദിവസം മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുമ്പോഴും ഇപ്പുറത്തുകൂടെ കുറെ ആളുകൾ പരിഹസിക്കുന്നു നമ്മൾ കാണുന്നു. 100 കണക്കിന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ